ഹായ് എവരിവൺ, CSI നെറ്റ് ഫിസിക്കൽ സയൻസിന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ കുറച്ച് ഷോർട്ട് ട്രിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ, ചെയ്യാൻ കിട്ടും. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും, നമുക്ക് എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഒന്ന് ഓപ്ഷനിൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതാണല്ലോ ഫസ്റ്റ് ചെയ്യാം. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സില്, മാത്തമാറ്റിക്കലില്, ആറ്റോമിക് ഫിസിക്സിലൊക്കെ ഇതുപോലെ ഒരുപാട് ഷോർട്ട് ട്രിക്സ് ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ കുറച്ച് ഷോർട്ട് ട്രിക്സ്, അതായത് പാർട്ട് സിയിലും പാർട്ട് ബിയിലും ഈക്വൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ടല്ലോ, അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഹാർമോണിക് ഓസിലേറ്റർ. ഹാർമോണിക് ഓസിലേറ്ററിൽ ഡീജനറസി കാണാനുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളത്. ഡീജനറസി എന്നാൽ ഈ ഡീജനറസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആറ്റം എത്ര ഡിവിഷൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് നമുക്കിപ്പോ ഇത്ര ഇലക്ട്രോൺസ് വരും, എന്നിട്ട് ഇത്ര ഇലക്ട്രോൺസിന് ഒരു പൊട്ടൻഷ്യൽ എന്നിട്ട് അവർ പറയും ഇത് ഏതൊക്കെ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ രണ്ട് രീതിയിൽ എഴുതുന്നുണ്ട്. SHO എന്ന് പറഞ്ഞിട്ട് SHO ഡീജനറസി N+1 SHO ഡീജനറസി N+1 N+1/2 പറയുന്നത് 2Dയുടെ ആണ്. 2Dയിൽ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്. 3Dയിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, പ്രത്യേകത കൊണ്ട് ഹാർമോണിക് ഓസിലേറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്, ഐസോട്രോപിക്കും അനൈസോട്രോപിക്കും. അതായത് ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു ഒമേഗ വൈ ഈക്വൽ ടു ഒമേഗ സെഡ് എന്ന് പറയുമ്പോഴാണ്, ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഐസോട്രോപിക് മീഡിയ ആണെന്ന് പറയുന്നത്. ഇനി ഇതിപ്പോ നോട്ട് ഈക്വൽ ടു ആണെന്ന് വിചാരിക്കുക, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നോട്ട് ഈക്വൽ ടു ആണ് എന്ന് പറയുമ്പോൾ അതെന്താണ്, അനൈസോട്രോപിക് ആണ്. അപ്പൊ തരുന്ന ക്വസ്റ്റ്യൻ ഐസോട്രോപിക് ആണോ അനൈസോട്രോപിക് ആണോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ അനൈസോട്രോപിക് ആണെങ്കിൽ നമ്മൾ അതിനെ ഐസോട്രോപിക്, അതായത് നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഫോം എന്താ, ½ kx² അല്ലേ നമ്മൾ വരുന്നത് പൊട്ടൻഷ്യൽ എപ്പോഴും. സോ നമ്മൾ ഈ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തണം. അല്ലെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഈസ് ഈക്വൽ ടു N+12 ഈ രീതിയിൽ. അപ്പോ ഇവിടെ ω(x) ω(y) ω(z) എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ 2ω അങ്ങനെ തരാന്ന് വിചാരിക്കുക. അതായത് ഇവിടെ 2ω ആണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ എന്താ, ½ എന്നുള്ളൂ, അല്ലാതെ 2ω അല്ലേ. അപ്പൊ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഐസോട്രോപിക് ആക്കാൻ. എന്നിട്ട് വേണം ഡീജനറസി കണ്ടുപിടിക്കാൻ. സോ ഇങ്ങനെ ഡീജനറസി കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. അപ്പൊ ഡീജനറസിയിൽ ഒരു ട്രിക്ക് എന്താ വെച്ചാൽ സ്പിൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് രീതിയിൽ നമ്മൾ അതിനെ മാറ്റി എഴുതുകയാണ്. സ്പിന്നിന്റെ കാര്യം, സ്പിന്ന് മെൻഷൻ ചെയ്യുന്നതും സ്പിന്ന് മെൻഷൻ ചെയ്യാത്തതും. സ്പിന്ന് മെൻഷൻ ചെയ്യാത്തത്, സ്പിൻ ഈസ് നോട്ട് കൺസിഡർ, ആ സമയത്ത് നമ്മൾ അതിനെ n² എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക. ഇവിടെ ആണെങ്കിൽ 2n², സ്പിന്ന് മെൻഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇതെന്താ സംഭവിച്ചാൽ ഇപ്പോ 15 ഇലക്ട്രോൺസ് ആണ്, അപ്പൊ അവിടെ എന്താ ഇലക്ട്രോൺസ് എടുത്ത് പറഞ്ഞു. സോ നമ്മുടെ ഡീജനറസി എന്തായിരിക്കണം, n² എന്നുള്ള രീതിയിലാണ് നോക്കട്ടെ. അതായത് നമ്മൾ ആ ഡീജനറസി ബോക്സ് വരയ്ക്കുന്നുണ്ടല്ലോ, ബോക്സ് വരയ്ക്കണേൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ രീതിയിൽ എഴുതണം. അതായത് n² എന്നുള്ള ഫോർമുലയിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അതുപോലെ തന്നെ സ്പിന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡീജനറസി എന്തായിരിക്കണം, 2n² എന്നുള്ള രീതിയിൽ. അപ്പൊ സ്പിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലാണ്, സ്പിന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മുകളിലുള്ള രീതിയിലാണ് കേട്ടോ. അതായത് നമ്മളോട് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഹാർമോണിക് ഓസിലേറ്റർ ആണ്, ഐസോട്രോപിക് ആണ്, കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ, സ്പിന്ന് എക്സ്ട്രാ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജിയുടെ ഇക്വേഷൻ എടുക്കുകയാണ് വിചാരിക്കും. അപ്പോൾ ഈസ് ഈക്വൽ ടു 9/2 H⁻ അപ്പൊ ഇവര് പറയാണ് 9/2 H⁻ ആണ്, ഐസോട്രോപിക് ആണ് എന്ന് വിചാരിക്കുക. സോ നമ്മുടെ 3Dയുടെ ഇക്വേഷൻ എങ്ങനെയാ വെച്ചാൽ എനർജിയുടെ nx പ്ലസ് ny പ്ലസ് nz പ്ലസ് 3/2 H⁻. അപ്പൊ ഈ എനർജിയുടെ ഫോം ആണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറയണത്, നമ്മളോട് ഡീജനറസി കണ്ടുപിടിക്കാനാ. സോ nx പ്ലസ് ny പ്ലസ് nz എന്ന് പറയുന്നത് എന്താണ്, n തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, n ഈക്വൽ ടു ഇവിടുത്തെ 9/2 തന്ന ആള് 9/2 ആണ്, മൈനസ് 3/2 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും അല്ലെ, 3 എന്ന് കിട്ടും എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ n ഈക്വൽ ടു 3 എന്നാണ്. ഇനി നമുക്ക് ഡീജനറസി കണ്ടുപിടിക്കണം. ഡീജനറസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 3D ആണ്. സോ ഈ ഇക്വേഷൻ അതിൽ ഇവിടെ 3 ഇട്ട് കൊടുക്കുക. അതായത് n+1 n+2 /2. എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ 3 ഇട്ട് കൊടുക്കുക, ഇവിടെ 3 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 4 വരും, ഇവിടെ 5 വരും, ഇവിടെ 2 വരും. അപ്പൊ 20 /2 എന്ന് പറയുമ്പോൾ 10. അപ്പൊ 10 ഡീജനറസീസ് ആണ് അവിടെ ഉണ്ടാവുക. അതായത് നമുക്കൊരു വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആൻസർ എഴുതാൻ പറ്റും. ഇനിയിപ്പോ സപ്പോസ് നിങ്ങൾക്ക് സ്പിന്നിന്റെ കാര്യം പറയുകയാണെന്ന് വിചാരിക്കുക, 15 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെങ്കിൽ 13 ഇലക്ട്രോൺസ് ഉണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ സ്പിൻ ഉണ്ടെങ്കിൽ ഈ കാറ്റഗറി, ഇല്ലെങ്കിൽ n² കേട്ടോ. അത് സ്പിന്നിന് മെൻഷൻ ചെയ്യുന്നില്ല, പറഞ്ഞ ബോസോൺസ്
അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ പാർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വന്നാൽ ഐസോട്രോപിക് ആണോ അനൈസോട്രോപിക് ആണോ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വെൽ. പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, പാർട്ടിക്കിളിനെ പൊട്ടൻഷ്യൽ വെല്ലാണ്. പാർട്ടിക്കിളിന്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു പാർട്ടിക്കിളിനെ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിന്റെ എനർജി വേവ് ഫംഗ്ഷൻ ഒക്കെ. ഇതെന്താ സംഭവിച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നത് ഓൺലി പെട്രബിഡ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് കേട്ടോ. പെട്രബേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ്. എപ്പോഴും ചോദിക്കും നമ്മളോട് പെട്രബേഷന്റെ ഭാഗങ്ങൾ ചോദിക്കും. അതായത് പെട്രബേഷന് സംഭവിച്ചിട്ടുള്ള എനർജി ഒക്കെ. അതായത് ഒരു പാർട്ടിക്കിളിന് ഒരു പാർട്ടിക്കിളിന്റെ ബോക്സിൽ ആ പാർട്ടിക്കിളിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും പെട്ടെന്ന് സഡൻലി എന്തെങ്കിലും ചേഞ്ച് വന്നിട്ട് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ വരും. പക്ഷെ ആ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പെർട്ടർബേഷൻ. അതിൽ ഹാമിൽട്ടോണിയൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ഓൾഡ് ഹാമിൽട്ടോണിയൻ നോക്കും, ന്യൂ ഹാമിൽട്ടോണിയൻ നോക്കും, എന്നിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് പെർട്ടർബേഷൻ സംഭവിക്കുന്ന കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ലെങ്ത് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. കാരണം നമുക്ക് എന്താ വെച്ചാൽ ഒരു സംഭവം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഓർഡർ വേവ് ഫംഗ്ഷൻ, സെക്കൻഡ് ഓർഡർ വേവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി, സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജി ഒക്കെ ചോദിക്കാറുണ്ട് ഈ ഭാഗത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ ആട്ടോ. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് സ്ട്രെങ്ത് ഓഫ് ദ പെട്രബേഷന്റെ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ഓഫ് പെട്രബേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് വെല്ല്. എന്താ സംഭവിച്ചാൽ ഇതാണ് ഒരു പാർട്ടിക്കിളിന്റെ ബോക്സിൽ ഒരു വെല്ലാണ്. ഇപ്പൊ ഈ ഭാഗത്താണ് പെട്രബേഷൻ സംഭവിച്ചത്. അതായത് ഇത് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു എൽ വരെ ഉള്ളത്. L/4 3L/4 ഈ പെട്രബേഷൻ സംഭവിച്ചത്. സോ ഇതിന്റെ ലെങ്ത് -V0 ആണ്. ഇവിടുത്തെ പെട്രബേഷന്റെ പൊട്ടൻഷ്യൽ -V0 ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഹാമിൽട്ടോണിയൻ എഴുതാം. H' ഈക്വൽ ടു താഴത്തേക്കല്ലേ -V0 L/4 മുതൽ 3L/4 വരെയാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ അല്ലെ. നോക്കൂ, ഇത് താഴത്തേക്ക് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ട, മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ് ഇട്ടേനെ. അതർവൈസ് 0. സോ ഇതിന്റെ എഴുതുമ്പോ പെട്രബേഷന്റെ ലെങ്ത് എന്താണ്? സ്ട്രെങ്ത് -V0 ഇൻറ്റു ലെങ്ത് എന്താണ്? L/4 മൈനസ് 3L ലെങ്ത് ഓഫ് ദി പെട്രബേഷൻ. അപ്പൊ വലുത് നിന്ന് ചെറുത്. അപ്പൊ അതായത് 3L/4 നിന്ന് L/4 ഗുണിക്കുക ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദി ടോട്ടൽ വെൽ എന്താ? L. അപ്പൊ നമുക്ക് എന്തായി? L ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ നോക്കൂ, ഇതൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും കിട്ടുമല്ലോ. ഇപ്പൊ ഇത് L/2 വരും, L വരും താഴെ. സോ -V0 L/2 ഡിവൈഡ് ബൈ L. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക, ഓപ്ഷൻ നോക്കുക, ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതായത് എനിത്തിങ് എന്ത് വന്നാലും ന്യൂ ഹാമിൽട്ടോണിയൻ നമ്മൾ ഇവിടെ എഴുതാൻ പഠിക്കുന്നു. ലെങ്ത് ഓഫ് ദി പെട്രബേഷൻ എഴുതുക, ടോട്ടൽ ലെങ്ത് എഴുതുക, അതിനെ പറ്റിയിട്ട് നോക്കുക. അപ്പൊ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ. നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓർഡർ കറക്ഷന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ആട്ടോ. സെക്കൻഡ് ഓർഡർ പിന്നെ ഇതിന് ഫസ്റ്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡ് ഓർഡർ പിന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു ട്രിക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഇത് തന്നു എന്ന് വിചാരിക്കാം, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിറാക് പൊട്ടൻഷ്യൽ. എക്സാമിന് എപ്പോഴും വരുന്ന ഒരു ഭാഗം. അതായത് V is equal to minus alpha delta of x. ഇതാണ് ഒരു പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കും, വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും, പിന്നെ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതായത് അൺസർട്ടിനിറ്റി ഓഫ് പൊസിഷൻ, അൺസർട്ടിനിറ്റി ഓഫ് മൂവ്മെന്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. സോ ഇങ്ങനെ ഇവിടെയാണല്ലോ നമ്മുടെ ആള് ഡെൽറ്റ എക്സ്. ഇതെപ്പോഴും 1 or 4 സംതിങ് ലൈക്ക് ദാറ്റ്. ആൽഫയാണ് മാറ്റങ്ങൾ വരിക. അപ്പൊ മിക്ക പ്രോബ്ലത്തിലും പൊട്ടൻഷ്യൽ ഇങ്ങനെ ആയിരിക്കും. ഡിറാക് ഡെൽറ്റ പൊട്ടൻഷ്യൽ പറഞ്ഞതാ. അപ്പൊ ഇതിന്റെ എനർജി വേവ് ഫംഗ്ഷൻ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ് -α(k/2). ഇനി വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം √k(e⁻⁻x). ഇനി ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം ഹാഫ് റൂട്ട് 1/√2k. ഡെൽറ്റ പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് h കട്ട് k. അപ്പൊ ഈ k എന്താ തോന്നും? അപ്പൊ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ആൽഫ
എച്ച് കട്ട് സ്ക്വയർ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഡിറാക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ഇത് വെച്ചിട്ടാണ് അവരെപ്പോഴും ഇയും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ ആൽഫയ്ക്ക് പകരം ആൽഫ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ കെക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? എം ആൽഫ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇടും. എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഇതിൽ നിന്നും മാറ്റങ്ങൾ വരും. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ റീസെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലും അതുപോലെ തന്നെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിലെ പെർട്ടുർബേഷന്റെ ഭാഗത്തും പൊട്ടൻഷ്യൽ വെല്ലിന്റെ ഭാഗത്തും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ട്രിക്ക് കേട്ടോ. എസ് എച്ച് ഒയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. സോ എസ് എച്ച് ഒ എന്ന് ഞാൻ എഴുതുന്നുണ്ട്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് 2n+1, അതുപോലെ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം 2n+1, ഇതിന്റെ വാല്യൂസ് നമ്മളോട് ചോദിക്കും. അപ്പോ ഇതെപ്പോഴും 0 ആയിരിക്കും, അല്ലെങ്കിൽ മുകളിലുള്ള ആളും. ഈ എക്സ് എന്ന് പറയുമ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മൾ ചെയ്യുന്നതാണ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗ, മൊത്തം റൂട്ടില്ല, പകുതിയുള്ളൂ, എ പ്ലസ് എ ട്രൈ. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ 2n+1ഉം 2p+1 ഇങ്ങനത്തെ ഭാഗങ്ങൾ വരുമ്പോൾ ഫുള്ള് 0 ആയിരിക്കും. x⁻²n+1ഉം അതിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓടാകുന്ന സമയത്താണ് 0 വരിക. അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് 0, എക്സ്പെക്ടേഷൻ ക്യൂബ് 0, മൊമെന്റം 0. ഇത് ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ മാത്രമേ 0 ആവുള്ളൂ കേട്ടോ. അതായത് ഇനി ഈവൻ നമ്പേഴ്സ് വന്നു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ ഇതാണ് വിചാരിക്കുക, x=0. ഇതാണ് നമ്മൾ കൂടുതൽ SHM യൂസ് ചെയ്യുക. അപ്പൊ ഇത് വെച്ചിട്ടൊക്കെ പ്രോബ്ലം ചെയ്ത സമയത്ത് നമ്മളോട് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ കാര്യമാണ്. അതായത് 0, അതായത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? ഇതിനിട്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കണം. ഈവൻ ആവുമ്പോൾ മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ കേട്ടോ. അപ്പൊ ഈവൻ ആവുമ്പോൾ എങ്ങനെയാ വരിക വെച്ചാൽ, ഇപ്പോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഈവൻ, ഇതിപ്പോ ഞാൻ എഴുതുന്നത് ഹാർമോണിക് ഓസിലേറ്ററിനായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈ 2n+1 ഒക്കെ വരുമ്പോൾ ഇത് വരിക എച്ച് കട്ട് ബൈ 2m ഒമേഗ 2n+1. ഓക്കെ. ഇനി x⁻⁴ ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ എന്താ, എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗയുടെ സ്ക്വയർ 6n സ്ക്വയർ 6n + 3 കണ്ടോ. ഇനി p² ആണെങ്കിലോ m ഒമേഗ എച്ച് കട്ട് ഡിവൈഡ് ബൈ 2n+1. p⁴ ആണെങ്കിൽ m ഒമേഗ എച്ച് കട്ട് സ്ക്വയർ ബൈ 2m, പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിന് മുകളിൽ 6n² + 6n + 3. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ഫോർമാറ്റ് ചെയ്ത് കൊണ്ടുവരിക. കാരണം ഇതിനൊന്നും ചെയ്ത് പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. സ്ക്വയറുകൾ ആണെങ്കിൽ നമുക്ക് ഈ എന്നിന്റെ സ്ഥാനത്ത് പിന്നെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഇതിപ്പോ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാച്ചാ, ഇപ്പൊ എക്സാമ്പിളാ പറയുന്നത്. ഇപ്പൊ എനിത്തിങ് അവർ പറയാണ് ഹാർമോണിക് ഓസിലേറ്ററോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വെല്ലോ ഏതിന്റെങ്കിലും ഒരു പുതിയ ഹാമിൽട്ടോണിയൻ തന്നു, h'=b x⁻⁴. എന്നിട്ട് അവർ പറഞ്ഞു വേവ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കറക്ഷന്റെ വേവ് ഫംഗ്ഷൻ കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. സോ നമ്മൾ ഇങ്ങനെ എഴുതുക, ബി ഹാമിൽട്ടോണിയൻ സൈനോട്ട് അല്ലെ, സൈനോട്ട് ഡിവൈഡ് ബൈ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ചെയ്തിട്ട്. അപ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ, b x⁻⁴. അപ്പൊ നമുക്ക് ഈ b x⁻⁴ നമുക്ക് ഇങ്ങനെ ഇട്ട് ചെയ്താൽ മതി. അതിപ്പോ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ എന്നിന്റെ വാല്യൂ അതിട്ടിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പല ക്വസ്റ്റ്യൻസിൽ x² വരും. അപ്പൊ x² വരുമ്പോ നമുക്ക് എന്തിട്ട് കൊടുത്താൽ മതി, ഇതിട്ട് കൊടുത്താൽ മതി. എന്നിന്റെ വാല്യൂ എന്താണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു ടെക്നിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ആവറേജ് വാല്യൂ റേഡിയസിന്റെ ഒക്കെ ആണല്ലോ ചോദിക്കുക. സോ ആവറേജ് ഓഫ് r അത് na0/2 3n² മൈനസ് l × l+1. നമുക്ക് ഗ്രാഫ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ഒക്കെ ചോദിക്കും. സോ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് r r² n² a0 സ്ക്വയർ ഡിവൈഡ് ബൈ 2 5n² + 1 മൈനസ് 3l × l+1. then 1/r 1/n² a0 1/r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n³ 2l+1 a0 സ്ക്വയർ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, നമ്മളോട് എക്സാമിന് അവർ ചോദിക്കുക മേ ബി ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നിട്ട് ആ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എക്സ്പെക്ടേഷൻ ചിലപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ അവർ ചോദിക്കും ഫോർത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഗ്രാഫുകൾ വരും. അപ്പൊ ഗ്രാഫുകൾ വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എന്നിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ വാല്യൂസ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് r കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് ഡയറക്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. 1/r ഒക്കെ ഗേറ്റിനൊക്കെ എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ബാർക്ക് ഗേറ്റിനൊക്കെ ഡയറക്റ്റ് വരുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങള്. അപ്പൊ ഇത്രയും ഭാഗങ്ങള് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം.
ഇനി ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളായിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ കുറച്ചും കൂടി ട്രിക്സും കാര്യങ്ങളും ഉണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ ഒരു 10 or 12 ട്രിക്സ് ആയിട്ട് നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.